ഹലോ ഗായ്സ്, അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വിട്ടത് ഏക്കമാൾക്കാണ്. പക്ഷേ ഏക്കമാളിൽ വെച്ചിട്ടൊന്നുമല്ല കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ നേരെ ഏക്കമാൾ പോയി. ഏക്കമാളൊക്കെ ഫുള്ള് ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഫുൾ ട്രീസും സ്റ്റാർസൊക്കെ വെച്ച് ഫുൾ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 7 ആൾക്കാരുണ്ടായിരുന്നു. നൗറി, റിൻഷ, റിത, ഷഹന, ആദ്യ, സുധീർ, അച്ചുമോള്, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കെയർ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ മെയിൻ പരിപാടിയായ ഏക്കമാളിലുള്ള കടയിലൊക്കെ ചുറ്റിത്തിരിയല്ലേ. ഈ കെയർ എന്ന് പറഞ്ഞ കടയ്ക്ക് ഞങ്ങൾ കയറി. പക്ഷേ ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഏത് കുട്ടിക്കാണ് ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ അവിടുന്ന് ഒരാട്ടി വിട്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ തളരാതെ ഞങ്ങൾ മാക്സിൽ കയറി. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ സെൽഫിയും വീഡിയോസും പിന്നെ കുറേ ഡ്രസ്സൊക്കെ വെറുതെ നോക്കി. അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കലായിരുന്നു ഞങ്ങളെ മെയിൻ പരിപാടി. കുറേ ഡ്രസ്സൊക്കെ വെറുതെ നോക്കി. പിന്നെ എന്താ ഞങ്ങൾ അതിൻ്റെ നേരെ മുമ്പിലുള്ള ഷെഫ് സ്റ്റോറീസിൽ പോയിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് നല്ലൊരു പിൻട്രസ്റ്റി വൈബുള്ള കേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്ത ബേക്ക് ചെയ്താട്ടോ ഈ കേക്ക്. നല്ല അടിപൊളിയായിരുന്നു. വാനില ഫ്ലേവറായിരുന്നു കേക്ക്. ഇത് സാധാരണ വാനില ഫ്ലേവർ കേക്ക് ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ ഇതൊക്കെ നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവർക്ക് വീഡിയോ എടുക്കുമ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ട് എന്തായാലും എഡിറ്റ് ചെയ്യാത്തതെന്ന് എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് വീഡിയോയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഒറ്റയ്ക്ക് പിന്നെ ലാസ്റ്റ് നിന്ന്. പിന്നെ ഞങ്ങൾ കുറേ അവിടെ ഇങ്ങനെ വെറുതെ ചുറ്റി നടക്കുന്നു. പിന്നെ നേരത്തെ ഞങ്ങൾ പോയി നിന്നില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് കാത്ത് നിന്നതാണ്. ആ ഷെഹന ഞങ്ങളെ വലിച്ചു കൊണ്ടുപോയതാണ്. സത്യം പറഞ്ഞാൽ അത് കാർഗോ ലിഫ്റ്റ് ആയിരുന്നു. എന്നിട്ട് കുറേ നേരം അവിടെ പൊട്ടന്മാരെ കുറേ നിന്ന്. എന്നിട്ട് പിന്നെയാണ് ഞങ്ങൾക്കിത് മേലക്കൊക്കെയുള്ള മനസ്സിലായത്. അങ്ങനെ ഞാൻ ഓരെയും വിളിച്ച് വന്ന്. എന്നിട്ട് ഞങ്ങൾ നേരെ പ്ലേ ഏരിയയിൽ പോയിട്ട് കുറേ ഗെയിംസിലും കാര്യങ്ങളൊക്കെ കളിച്ചു. കുറേ ഗെയിംസ് കളിച്ചു. 3Dൻ്റെ ഗെയിം, പിന്നെ കുറേ കുട്ടികളെ ഗെയിംസൊക്കെ കളിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനൊരു മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് മറ്റേ ആ പാവൻ എടുക്കുന്ന ഗെയിം ഉണ്ടാവില്ല, അതിൽ അവനെ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്ക്ക് ഗിഫ്റ്റായിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗിഫ്റ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും ഇടാം. അങ്ങനെ വ്ളോഗാക്കി ഇടാനുള്ള അത്രയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ അതിൽ അവളെ എഫേർട്ട് എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എന്തായാലും ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടാം. ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു ഷോർട്സോ വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് പോസ്റ്റുകളും പിന്നെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരെന്തായാലും പോയി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒരു 10 ഡേയ്സ് ഇനിയിപ്പോൾ ലീവാണ്. 10 ഡേയ്സ് അല്ല, 12 ദിവസം ഏറ്റവും ലീവ് ഉണ്ട് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാനൊക്കെ നോക്കാം. കണ്ടിന്യൂസ് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വ്ളോഗും ഷോർട്സൊക്കെ ഇടാൻ വേണ്ടി നോക്കാം. പിന്നെ ഞങ്ങൾ കുറേ നേരം ആ ഒരു പ്ലേ ഏരിയയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ നിന്ന് കറങ്ങിന്ന് അവിടെ ഇങ്ങനെ ഓരോന്നിൽ കയറിയിട്ടും ഓരോന്ന് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ കുറേ നേരം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഞാനൊരു 10 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 6 ഡേയ്സ് ഇട്ടെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ അത് ബ്രേക്കായി. തൊണ്ടേനെയും ചുമ കാരണമാണ് പിന്നെ അങ്ങനെ ബ്രേക്ക് ആയത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.